കൂട്ടുകാരെ എല്ലാവർക്കും ഷമീർ കരുട്ടി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഒരു ഒന്നൊന്നര ആപ്ലിക്കേഷൻ എന്ന് തന്നെ പറയാം. നമുക്ക് വാട്സപ്പിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വാട്സപ്പിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു, ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് കാര്യങ്ങൾ എല്ലാം തന്നെ വീഡിയോ കണ്ട് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. എന്താണ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വാട്സ് ടൂൾസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. ഈ ആപ്ലിക്കേഷനിൻ്റെ പ്രത്യേകത എന്തെല്ലാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് വാട്സപ്പിൽ വരുന്ന സ്റ്റാറ്റസുകൾ വളരെ ഈസിയായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് സ്റ്റാറ്റസുകൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ, വീഡിയോ എല്ലാം തന്നെ നമ്മൾ ജസ്റ്റ് വാട്സപ്പിൽ ഓപ്പൺ ചെയ്താൽ മതി. നമ്മുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ ഇവിടെ സേവ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പോസ്റ്റുകളും ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുള്ള പോസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമുക്ക് ഗിഫ്റ്റ് ഫയലുകൾ അതുപോലെ തന്നെ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ വീഡിയോയിൽ കാണിച്ചു തന്നാൽ അത് ലെങ്ത് കൂടും. ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് ഗിഫ്റ്റ് ഫയലുകൾ ഇതിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയൊരു സ്റ്റാറ്റസ് നമ്മൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു ലോങ് ഫയലുകൾ, എത്ര വലിയ ഫയലുകളുമാണെങ്കിലും നമുക്കിപ്പോൾ സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ തന്നെ സെൻഡ് ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് നമുക്കത് സെലക്ട് വീഡിയോ എന്ന ശേഷം ഒരു 5-30 സെക്കൻഡിൽ കൂടുതലുള്ള വീഡിയോസ് ആണെങ്കിലും നമുക്കിതിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇവിടെ സെലക്ട് വീഡിയോ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ സ്പ്ലിറ്റ് വീഡിയോ എന്നത് കൊടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യപ്പെടുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വാട്സപ്പിൽ നമ്മുടെ വേറൊരാളുടെ ഫോണിൽ വരുന്ന മെസ്സേജ് കാര്യങ്ങൾ എല്ലാം തന്നെ ഇതിൽ കാണാൻ സാധിക്കും. അതിനാണ് ഈ വാട്സപ്പ് വെബ് എന്നുള്ള കാര്യം. നമുക്ക് ഇത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫോണിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ വരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് അവരുടെ വാട്സപ്പിൽ എന്തൊക്കെയാണോ ചാറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം തന്നെ നമ്മുടെ ഫോണിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നെങ്കിൽ ഡയറക്റ്റ് ചാറ്റ് വിത്ത് അൺസേവ്ഡ് നമ്പർ. ഇത് നമുക്ക് ആരുടെയൊക്കെ നമ്പറിലാണോ സേവ് ചെയ്യാത്ത നമ്പർ അവരുടെ ജസ്റ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ എൻ്റർ മെസ്സേജ് എന്ന് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന വാട്സപ്പിൻ്റെ ഐക്കണിൽ സെൻഡ് എ മെസ്സേജ് എന്ന് കാണാം. സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. കിഡിലൻ എന്ന് പറഞ്ഞാൽ പോലെ ഒരു ഒന്നൊന്നര ആപ്ലിക്കേഷൻ. അതുപോലൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫോർവേഡ് ടു ഓൾ വാട്സപ്പ് കോൺടാക്റ്റ്. നമ്മുടെ വാട്സപ്പിലുള്ള മുഴുവൻ കോൺടാക്റ്റുകൾക്കും പലരും ഉപയോഗിക്കുന്നത് ന്യൂ ബ്രോഡ്കാസ്റ്റിംഗ് ആപ്സ് ആണ്. അപ്പോൾ ന്യൂ ബ്രോഡ്കാസ്റ്റിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എത്ര വ്യക്തികൾക്ക് വേണമെങ്കിലും ആ മെസ്സേജ് ഇവിടുന്ന് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ എനിക്കിപ്പോൾ മെസ്സേജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതിനുശേഷം ഇവിടെ മെസ്സേജ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്താണ് അവർക്ക് മെസ്സേജ് വേണ്ടത് അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന വാട്സപ്പ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജുകൾ മുഴുവനും അവരിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അടുത്ത ഭാഗം പറഞ്ഞു തരാം. നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് റിപ്ലൈ കൊടുക്കണം എന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം ഐ ഹാവ് റീച്ച്ഡ്, ഐ ഹാവ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരാളുടെ ഫോൺ നമ്പർ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ നെയിം സെലക്ട് ചെയ്യാം. റൈറ്റ് എ മെസ്സേജ്, ഐ ലേറ്റർ, അല്ലെങ്കിൽ ഐ വിൽ ബി ബാക്ക്, അല്ലെ ഐ വിൽ ലേറ്റർ, ഐ ആം അറ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്കിവിടെ മെസ്സേജ് ചെയ്യാം. കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പിന്നീടുള്ളത് ഇവിടെ
സെർച്ച് പ്രൊഫൈൽ ഓൺ വാട്സപ്പ്. നമുക്ക് ആരുടെ പ്രൊഫൈലാണോ സെർച്ച് ചെയ്യേണ്ടത്, അൺനെയിംഡ് ആണോ അല്ല സേവ് ചെയ്യാത്ത നമ്പറാണോ, അവരുടെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുഴുവൻ കാര്യങ്ങളും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഫോട്ടോ, അവരുടെ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ കയ്യിൽ ഇല്ലാതെ തന്നെ നമുക്ക് അവരുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തു തരാൻ സാധിക്കും, കാണിച്ചു തരാൻ സാധിക്കും. ഒരുപാട് മികച്ച, അതുപോലെ തന്നെയാണ് നമ്മുടെ വാട്സപ്പ് പല ഗ്രൂപ്പുകളിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ട മെസ്സേജുകൾ, അതുപോലെ തന്നെ പേഴ്സണൽ ചാറ്റിൽ നിന്നും നഷ്ടപ്പെട്ട മെസ്സേജുകൾ എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ, റിക്കവർ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എടുത്തു തരും. ഇതൊക്കെ പലരും ഡിലീറ്റ് ചെയ്യപ്പെട്ട മെസ്സേജുകളാണ്. അപ്പോൾ അതിങ്ങനെ റിക്കവർ ചെയ്തിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു വമ്പൻ ആപ്ലിക്കേഷൻ, ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു, ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.